പ്രാർത്ഥനയോടെ ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Please turn your attention to a Bible portion tonight for the meditation, book of Genesis, chapter 7, verse 6 and 7. We're going to start with, then we will continue to read some of other verses as well. Book of Genesis, chapter 7, 6 and 7. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കാം. Okay, thank you. This is one of the very famous or familiar Bible portion we just read about man of God called Noah. And I believe that every single person sitting here, even the Sunday school students, knows the story of Noah. So I'm not going to explain what he is and what he has done. But the title of tonight's message is, Your Worship Should Be the Reflection of what God has done for you. And we were singing songs in English and Malayalam as well, and we were standing and sitting in the presence of God, praising God, worshiping God from the bottom of our heart, saying, Thank you, Lord. And while we were going through those songs and the lines and words, I don't know how many of you really meant what you just sang. The presence of God is so real. Amen. Because our God is a faithful God. And He said, wherever 2 or 3 gathered in His name, He will be there. So we have come together in the name of the Lord. So He is here already. Amen. When a child of God sense the presence of the Holy Spirit, sense the presence of Jesus Christ, our Savior. We don't have anyone to come and tell you to praise. You don't need the worship leader to shout. You don't need the preacher of the hour or the pastor has to come and pump you to praise and say stotram. And you know that the King of Kings and the Lord of Lords arrived, then you need to raise up and praise. Amen. It is understood. കർത്താവ് എഴുന്നള്ളുമ്പം കർത്താവിനെ സ്തുതിക്കണം എന്നുള്ളത് അണ്ടർസ്റ്റുഡാ, അത് മനസ്സിലാക്കിയിരിക്കുക, നമുക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. ആരും വന്ന് നമ്മളെ അതിനായിട്ട് പ്രേരിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ദൈവത്തിൻ്റെ പൈതലെങ്കിൽ, ഞാൻ കർത്താവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ, എൻ്റെ കർത്താവ് അപ്പച്ചനെ കാണുമ്പം, എൻ്റെ കർത്താവ് എഴുന്നള്ളുന്ന കാണുമ്പം ഞാൻ അറിയാതെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. കാരണം അവൻ ആരാണെന്ന് എനിക്കറിയാം. അത് വർഷിപ്പ് ലീഡർ പറഞ്ഞിട്ടല്ല, അത് പ്രാർത്ഥിക്കുന്ന ആൾ പറഞ്ഞേച്ചല്ല, പ്രസംഗിക്കുന്ന അങ്കിൾ പറഞ്ഞേച്ചല്ല, പാസ്റ്റർ പറഞ്ഞിട്ടല്ല, പാട്ട് ലീഡ് ചെയ്യുന്ന ആ അങ്കിളോ ആൻറ്റിയോ പറഞ്ഞേച്ചല്ല, അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നവർ പറഞ്ഞേച്ചല്ല. എൻ്റെ കർത്താവിനെ എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ട് ആര് സ്തുതിച്ചില്ലെങ്കിലും കർത്താവ് എഴുന്നള്ളുന്ന കാണുമ്പോൾ ഞാൻ അങ്ങ് സ്തുതിക്കുക. ഹല്ലേലൂയ. അതിന് പെന്തക്കോസ്തൊന്നും ആണ്ട. സ്തോത്രം, സ്തോത്രം. രക്ഷകനെ കാണുമ്പോൾ എഴുന്നേറ്റ് സ്തുതിക്കണം എന്നാരും പറയണ്ട. അറിയാതെ ഉള്ളിലുള്ള ഒരു തിരയിളക്കം ദൈവത്തെ നമ്മൾ അറിയാതെ അങ്ങ് സ്തുതിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ തലക്കെട്ട് ഞാൻ ഇങ്ങനെ വായിച്ചത്, Your worship should be the reflection of what God has done, what He did for you. ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, if you know your God has done something in your life, and you know that your Savior has did something, He has done something for you, you should praise, you should worship. നിങ്ങൾ ഇന്ന് ആരാധിക്കുന്നത് നിങ്ങൾ പ്രാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ നന്മയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നത്. നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്തുതിക്കേണ്ട കേട്ടോ. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവർ ഒരു ദാനവും കിട്ടാത്തവരല്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. മറ്റാർക്കും തരാൻ പറ്റാത്ത ഒന്ന് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, ജീവൻ. ജീവൻ 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 നമുക്ക് തന്നത്. നമ്മളൊക്കെ പാപം നിമിത്തം മരിച്ച് നരകത്തിൽ പോകാനിരുന്നവരാ. ദൈവത്തിന് സ്തോത്രം. നരകത്തിൽ വീണ് നാമൊക്കെ കരിഞ്ഞു പോകാതെ, നശിച്ചു പോകാതെ നിത്യജീവൻ തന്നു എന്ന്
ഉറപ്പുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. If you are sure that you have received the everlasting life through Jesus Christ, you can praise God. That is the greatest gift that ever comes to you. യേശുവിൽ എനിക്ക് ജീവനുണ്ട്, എനിക്ക് നിത്യജീവനുണ്ട്. അവൻ മരിച്ചു, എനിക്ക് ജീവൻ തന്നു. അവൻ്റെ ജീവൻ കൊടുത്ത് എനിക്ക് ജീവൻ തന്നു. അതുകൊണ്ട് എനിക്ക് അത് മാത്രം മതി. എനിക്ക് നിലയ്ക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ, നിർത്താതെ ദൈവത്തെ സ്തുതിക്കാൻ, ആമേൻ, ശ്വാസം വിടാതെ ദൈവത്തെ സ്തുതിക്കാൻ എനിക്ക് ജീവൻ കിട്ടിയെന്ന് ഓർക്കുമ്പോൾ, നിത്യജീവൻ ഞാൻ പ്രാപിച്ചു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. കാരണം ഞാൻ കണ്ണുനീരിൻ്റെ, ഞാൻ പാപത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുമായിരുന്നു, ഞാൻ നശിച്ചു പോകുമായിരുന്നു എൻ്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ. അന്ന് തുടങ്ങിയ നന്മകളുടെ വലിയ പട്ടിക തന്നെ ഇന്ന് രാത്രി നമുക്ക് നിരത്തുവാനായിട്ട് കഴിയും. ആമേൻ. എഴുന്നേറ്റുന്ന സാക്ഷ്യമായി പറഞ്ഞാൽ നിർത്താതെ പറയുവാൻ എത്രയെത്ര നന്മകൾ രാത്രിയും പകലുമില്ലാതെ ദൈവം നമുക്ക് ചെയ്തു കഴിഞ്ഞു. സ്തോത്രം. ആമേൻ. അത് ഓർത്തിട്ട് ഇന്ന് രാത്രിയിൽ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയുന്നില്ല. Praise the Lord. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. വിഷയത്തിലേക്ക് വരാം. Come back to the passage that we read. Noah. I'm going to start with verse 5. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. 6-ാം വാക്യം. ഭൂമിയിൽ ജലപ്രളയമുണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയ നിമിത്തം പെട്ടകത്തിൽ കടന്നു. They went into the ark because of the flood. They have gone through it. Praise the Lord. ഒരു ജലപ്രളയം നിമിത്തം അവർക്ക് പെട്ടകത്തിനകത്ത് കടക്കേണ്ടി വന്നു. സ്തോത്രം. ഇന്നത്തെ സാഹചര്യവുമായിട്ട് ഒരുപാട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു പാസേജ്, ഒരു വിഷയമാണത്. എന്നാൽ എല്ലാ വാക്യങ്ങളിലൂടെ പോകുവാനുള്ള സമയം എൻ്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. ഒരു ഭൂമിയിൽ ജീവിക്കാൻ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ ഭൂമിയിലെ സകല നന്മകളും അവൻ ആസ്വദിച്ച്, അവനിഷ്ടമുള്ളത് ചെയ്ത്, അവനിഷ്ടമുള്ളത് ഭക്ഷിച്ച്, അവനിഷ്ടമുള്ളത് എടുത്ത്, ഇഷ്ടമുള്ളതിനെ വേണ്ടെന്ന് വെച്ച് സ്വാതന്ത്ര്യമായി ജീവിക്കുമ്പോൾ യഹോവയായ ദൈവത്തിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള അധർമ്മവും പാപവും ഭൂമിയിൽ മനുഷ്യരിടയിൽ കണ്ടിട്ട് ദൈവം ന്യായവിധി അയച്ചാണ് ജലപ്രളയത്താൽ ഭൂമിയെ വെടിപ്പാക്കുന്നത്. എന്നാൽ ദൈവം നോക്കുമ്പോൾ എല്ലാവരെയും കൊന്നുകളയാൻ ദൈവത്തിന് മനസ്സായില്ല. അതിനകത്ത് ദൈവത്തെ പോലെ തന്നെ പാപത്തെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ചിലരുണ്ടെന്ന് ദൈവം കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവരെയാണ് ദൈവം പെട്ടകത്തിനകത്ത് കയറ്റിയത്. ഹല്ലേലൂയ. When he lifted up his eyes to see his people on this planet, he found sin. He found people working against God and breaking all the laws and doing all the wicked things on earth. And God was on anger, and he wants to wash those wickedness with water. So he decided to send the flood on earth. But when he looked at these people, he found very few who were not able to tolerate this wickedness like God. One of them was Noah. He was 600-year-old man. Praise the Lord. നമ്മൾ 60 കടക്കുന്ന തന്നെ വലിഞ്ഞു പ്രയാസപ്പെട്ട 600 വയസ്സായ ഒരു മനുഷ്യൻ ദൈവത്തെ പോലെ പാപം ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തവനായി ഇന്നും ഭൂമിയിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യാതിരിക്കാൻ നമ്മളെ കൊണ്ട് എത്ര ദൂരം പറ്റും? എത്ര സമയം പാപം ചെയ്യാതിരിക്കാൻ പറ്റും? How long you can live without sin? A day? A week? A month?
I don't want you to answer that question. I know how hard to lead a holy life in this world, because the whole universe is in the darkness, and every single person that you may meet may sin in their life every day. ദൈവം തന്നെ പറയുന്നു, നീതിമാൻ ആരും ഇല്ല, എല്ലാവരും തെറ്റുകാരായി പോയെന്നാ. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളുണ്ട്, പാപമുണ്ട്. ജന്മന കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും സകല മനുഷ്യരും പാപികളാ. എന്നും വന്ന് പാടി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് കൈയടിച്ച് അന്യഭാഷ പറയുന്ന നമ്മളും അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എല്ലാ ദിവസവും രാത്രിയിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പം ഒരു കുറ്റബോധം നമുക്കുണ്ടാകത്തില്ലായിരുന്നു, ഒരു ഏറ്റുപറച്ചിലിന്റെ ആവശ്യമില്ലായിരുന്നു. വിശുദ്ധരെ, ഞാൻ ചോദിക്കട്ടെ, എത്ര രാത്രികളിൽ ഏറ്റുപറച്ചിലില്ലാതെ കിടന്നുറങ്ങാൻ, സമാധാനമായി പ്രാർത്ഥിച്ചുറങ്ങാൻ നിങ്ങൾക്കും എനിക്കും കഴിഞ്ഞിട്ടുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ കുറവുകൾ തെളിഞ്ഞു കാണുകയും പാപം ബോധമുണ്ടാകുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്ന ദിവസങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒട്ടുമിക്കവാറും ദിവസങ്ങൾ. ഹല്ലേലൂയ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, ലംഘനങ്ങൾ ഏറ്റുപറഞ്ഞ്, കുറവുകൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കുമ്പോഴാണ് ഒരു ദൈവവേദനയുടെ സ്വസ്ഥത കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ തന്നെ വിശുദ്ധീകരിക്കുവാൻ, എന്തിനാ വചനം പറഞ്ഞത്? വിശുദ്ധൻ തന്നെ പിന്നെയും വിശുദ്ധീകരിക്കട്ടെ, കളങ്കം വരാൻ സാധ്യതയുണ്ടെന്ന്, പാപത്തിന്റെ കറ പറ്റാൻ, ചെളിതെറിക്കാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നു. നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും, നീ സ്നാനപ്പെട്ട വ്യക്തിയാണെങ്കിലും, നീ അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന അഭിഷക്തനാണെങ്കിലും അഭിഷക്തയാണെങ്കിലും, ഈ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം, ഈ ഭൂമിയിൽ പാർക്കുന്നിടത്തോളം കാലം പാപത്തിന്റെ ചേറ് നിന്റെ ജീവിതത്തിൽ തെറിക്കുവാൻ ഇടയുണ്ടെന്നും ആമേൻ. അതുകൊണ്ട് നീ ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ കളങ്കമില്ലാത്തവനായി, കളങ്കമില്ലാത്തവളായി തീരേണ്ടതിന് നിന്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണമെന്നുമാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. So a child of God must come to the presence of the Lord every day to confess and repent and be cleansed. Hallelujah. Hallelujah. പാപങ്ങൾ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ കൂനയായി കൂടി വരികയാണ്. ദൈവത്തെ കാണാൻ പറ്റാത്തവണ്ണം, ദൈവത്തോട് അടുക്കാൻ പറ്റാത്തവണ്ണം ദൈവവും നീയും തമ്മിൽ ഒരു വലിയ ഡിസ്റ്റൻസ് ഉണ്ടാകുന്നു. Because you did not confess last night and tonight you are little more far away from the presence of God, and you did not confess tonight, and when it comes to tomorrow you are getting far and far away from the presence of God. After a week that you are standing far away and you cannot see God. And days goes after and after, you can't even hear what God says. അങ്ങനെയാണ് ബാക്ക് സ്ലൈഡിംഗ് ഉണ്ടാകുന്നത്, അങ്ങനെയാണ് പിന്മാറ്റക്കാരുണ്ടാകുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വേദപുസ്തകം പറയുന്നു, ലോകം മുഴുവൻ, when the whole world was sinning and working against God and against the will of God, and they lived an unholy life in the midst of that. In the midst of that generation, in the midst of all the wickedness happening around him, Noah stood for the Lord and he pleases God. അവൻ ദൈവത്തെ പോലെ തന്നെ പാപവുമായി ബന്ധമില്ലാത്തവനായിരുന്നു. ദൈവം നോക്കുമ്പം ഈ ജനത്തിന് ദൈവവുമായി ഒരു ബന്ധവുമില്ല. അവർ ദൈവത്തെ കോപിപ്പിക്കുകയാണ്, അവർ പാപം ചെയ്യുകയാണ്, അവർ ദുഷ്ടത ചെയ്യുകയാണ്. അതുമായി ദൈവത്തിന് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ദൈവം നോക്കുമ്പം ആ ദൈവത്തെ പോലെ തന്നെ ആമേൻ പാപവുമായി പൊരുത്തപ്പെടാത്ത ഒരു മനുഷ്യനെ കണ്ടു. ദൈവത്തിന്റെ കരുണ നോഹയ്ക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവം നോഹയോട് സംസാരിക്കാൻ തുടങ്ങി, ദൈവം നോഹയോട് ഇടപെടാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, നോഹേ, ഞാൻ ജലപ്രളയ നിമിത്തം ഈ ലോകത്തെ, ഈ ഭൂമിയെ ന്യായം വിധിക്കാൻ പോകുകയാണ്. പക്ഷെ എന്നെ പോലെ ചിന്തിക്കുന്ന, എന്നെ പോലെ ആമേൻ പ്രവർത്തിക്കുന്ന, എന്നെ പോലെ പാപവുമായി ഒരു ബന്ധവും പൊരുത്തപ്പെടാതെ നിൽക്കുന്ന നിന്നെ എനിക്ക് രക്ഷിക്കണം, നിന്നെ എനിക്ക് സൂക്ഷിക്കണം. So I will make you go through this. And I will make you go through this. ദൈവം പറഞ്ഞു, go and build an ark for me. God said.
And he began to build an ark for the Lord. Hallelujah. And every single person came through, said he is a foolish man. They said he is nuts. He has some problem. He is mental. That's why he is doing this. Because Bible says since then, they never seen rain. They never heard about flood. ഭൂമിയിൽ അതുവരെ മഴ പെയ്തിട്ടില്ല. മഞ്ഞുകൊണ്ടാ ധാന്യം വിളഞ്ഞത്. ഭൂമിയിൽ അന്നുവരെ ജലപ്രളയം ഉണ്ടായിട്ടില്ല. They never heard about flood in their life. So when Noah started preaching and he began to build an ark, people thought this is an utter foolishness. What he is doing is foolishness. Because there is nothing, such a thing called flood. There is no use of this ark. He is wasting his time. He is doing something foolishness. And no one believed in what he said because they never heard about what he spoke. Hallelujah. പക്ഷെ നോവ പിന്മാറിയില്ല. നോവ പറഞ്ഞു, ദൈവമാണ് എന്നോട് ഇത് പറഞ്ഞത്, ഞാൻ അത് പരിപൂർണമായി വിശ്വസിക്കുന്നു. He was a man who trusts the Lord completely. Hallelujah. ദൈവത്തെ സമ്പൂർണമായി ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നോവ. ദൈവത്തിന് സ്തോത്രം. We live in a contagious and a corrupted world. And everything that you see is corrupted, right? From the top to the bottom, you see corruption. And moreover, what we are going through right now, that everywhere that you see, people keep social distance, right? Because we are so scared of the spread of the virus. Hallelujah. And a year ago, if you don't get close to the people, they will tell you are antisocial. If you don't shake someone's hands, you don't get along with the people, you decide to stay away from the people, what they call you? You're anti-social. And if the same person will tell you now, if you just get close to them, they will tell you, stay away. Social distance. Right? കാര്യം തിരിഞ്ഞു പറഞ്ഞുണ്ടോ? ഒരു വർഷം മുമ്പ് അടുത്തു പോയില്ലെങ്കിൽ, കൈ കുലുക്കിയില്ലെങ്കിൽ, അവരുമായിട്ട് ഗെറ്റ് അലോങ് ചെയ്തില്ലെങ്കിൽ, നിന്നെ ആന്റി സോഷ്യൽ എന്ന് വിളിച്ചിരുന്ന, അല്ലെ, നിനക്കെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിരുന്ന, നീ ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞിരുന്ന ജനം ഇപ്പോ നീ അടുത്തു പോകാതിരിക്കേണ്ടതിന് നിന്നോട് വാൺ ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. കാരണം നീ അടുത്തു പോയാൽ, നീ സോഷ്യലൈസ് ചെയ്താൽ അപകടമെന്ന ഒരു പ്രശ്നമാണ്. If you socialize with people, you're spreading virus. People get scared. Hallelujah. So now we are also very careful. Before we go and hug somebody or shake someone's hand, we ask permission. Is that okay? Right? Hallelujah. Yeah, but you have to ask permission. Is that okay if I come close to you? Is it okay with you that if I shake your hand? Do you mind if I hug you? You cannot do it before asking permission because they are in a different mode. They are in a different world. നമ്മളെല്ലാവരും ഭയത്തോടു കൂടെയാണ് ഈ സംഭവത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. So we live in a contagious world. And everyone sin against God. And they don't even care what they do. And if you do, they don't even care about you. പാപം നിറഞ്ഞ, അധർമ്മം നിറഞ്ഞ, അനീതി നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ പ്രതികൂല സാഹചര്യത്തിലൂടെ ഒരു ദൈവ പൈതൽ കടന്നു പോകണമെങ്കിൽ ദൈവം ഒരുക്കുന്നൊരു പെട്ടകമുണ്ട്. ദൈവത്തിന് സ്തോത്രം. We want to get through it. God can help you to get through it. Hallelujah. നിങ്ങൾ ചിന്തിക്കുകയാണോ, no one can live a holy life in this world because every single person that I come across is sin. They all make mistake. And I hear that all the time from even young people saying that so and so Pentecostal family, so and so comes from Pentecostal, traditional Pentecostal family, have a life like this. Do you know, Pastor, they drink, they go to parties, they go to pub and club, they do all these things, and they come from a traditional Pentecostal background. I hear it all the time from years.
Since I got here in the United States, I hear that. So and so comes from so and so background can do that. Is that right? Is that a good role model? Is that the right thing to do? I hear that question all the time. Hallelujah. So people are misled with the wrong role models. പരിശുദ്ധരെന്ന് നമ്മൾ വിചാരിച്ച, നല്ലവരെന്ന് നമ്മൾ കരുതിയ, ഏറ്റവും നല്ല റോൾ മോഡൽ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന, കണക്ക് കൂട്ടിയിരുന്ന പലരും വീണുപോയി, തകർന്നുപോയി, ഉടഞ്ഞുപോയി. അവരുടെ ജീവിതത്തിൽ പിന്നത്തേതിൽ അവർ ശരിയായ വഴിയല്ല എന്ന് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് തെളിയിച്ചു. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പം നമ്മൾ എങ്ങനെയാണ് സ്ട്രെയിറ്റ് പോകുന്നത്? Look at Noah and his family. Only his family stood away from every other people. നോയും കുടുംബവും മാത്രമാണ് വ്യത്യസ്തരായിരുന്നത്. And everyone looked at them and laughed at them. Why these people are different? Why only this family different? They act different, they speak different, they behave different. ഇവർക്ക് മാത്രം എന്താ പ്രത്യേകത? ദൈവം നോഹയും കുടുംബത്തെയും സഹായിക്കാതിരുന്നെങ്കിൽ they can never go through it. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ പ്രതികൂല സാഹചര്യത്തിൽ, ഈ പാപം നിറഞ്ഞ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗരാജ്യത്തേക്കുള്ള വഴിയെ പോകണമെങ്കിൽ ദൈവത്തിന്റെ കരസഹായം ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നവർ, നമ്മൾ വിശുദ്ധരെന്ന് വിചാരിച്ച പലരും വിശുദ്ധരല്ല. നല്ല റോൾ മോഡലാണെന്ന് നമ്മൾ കരുതിയവർ പലരും ജീവിതത്തിൽ നല്ല റോൾ മോഡൽസ് അല്ല. ഒരു മനുഷ്യനെയും പിൻപറ്റുവാൻ അല്ലെങ്കിൽ അവരെ കണ്ടുപഠിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നേതൃത്വങ്ങളെ പോലും, ലീഡേഴ്സിനെ പോലും കണ്ടുപഠിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു റോൾ മോഡലും ഇല്ലാതെ ഒരു കുടുംബം മാത്രം, they stand out there, the family of Noah. They have no one go with them. They are just by themselves. അവർ പറയുകയാണ്, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇതിനകത്തൂടെ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. ഈ പെട്ടകത്തിനകത്ത് കയറി അപ്പുറത്തെ വശത്തിറങ്ങണമെങ്കിൽ ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണം. Unless and until God with us, we cannot go through it. പക്ഷെ ദൈവം പറഞ്ഞത് അങ്ങനാ, നോഹേ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്നാ പറയുന്നേ. ദൈവത്തിന് സ്തോത്രം. God won't take it. God won't take it. God won't take this sin, the wickedness. Amen. But God has a ways. God has ways to protect you in the midst of this trouble. He has his own ways. Amen. Verse 6. വായിച്ചേ, ആറാമത്തെ വാക്യം. Verse 6. Noah was 600 years old when the flood waters came on the earth. And Noah and his sons and his wife and his sons' wives entered the ark to escape the waters of the flood. Verse 8. Pairs of clean... I'm sorry. Hold on. Verse 9. Sorry. Where it says that he closed the door. Looking for that word. 16 is, I'm sorry. Okay. Yes. The animals going in were male and Yes. female of every living thing, as God had commanded Noah. Then the Lord shut him in. Lord shut him in. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നു വാ. സർവ്വ ജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. God shut him in. ദൈവം ചില വാതിലുകൾ നമുക്ക് വേണ്ടി അടക്കിയ. എന്തിനാണെന്നറിയാമോ? ആ ദൈവത്തിൻ്റെ ന്യായവിധി അകത്ത് കടക്കാതിരിക്കാൻ. God himself will shut things down. God will shut him in. Hallelujah. When he obeyed the Lord, God shut him in. പറഞ്ഞു, നോയെ കുടുംബത്തെ അകത്ത് കയറ്റിച്ച് സകല മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി, സകല ജീവജാലങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി പെട്ടകത്തിനകത്ത് കയറ്റിച്ച് ദൈവം തന്നെ വാതിൽ അടച്ചു. God will make you go through it
because He is in control. ദൈവത്തിൻ്റെ കൺട്രോളിൽ നമ്മൾ ഇരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, നമ്മളൊക്കെ പറഞ്ഞ ക്വാറന്റീൻ എന്നുള്ളൊരു വാക്ക് ഇപ്പോൾ പഠിച്ചതാണ്, വളരെ പോപ്പുലറായി ക്വാറന്റീൻ ഈ ഇടയ്ക്ക്. The state enforce you to quarantine, no one cares. The nation will enforce you to quarantine, no one cares. The doctors will ask you to quarantine, no one cares. And when I went to India, I saw this, because every single person have COVID walk around and no one knows who has it, who doesn't have it. No one even go to test. Everyone, no one cares. And when you just go out of Kerala state, neighboring states, I don't want to name any states, but when you go to the neighboring states, they don't even care to wear the mask. They just walk around without a mask. There's no social distance. They just don't care. ക്വാറന്റീൻ ഇരിക്കണമെന്ന്, മാറിയിരിക്കണമെന്ന്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന്, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന്, ചെയിൻ ബ്രേക്ക് ചെയ്യണമെന്ന്, ഈ വലിയ പാൻഡമിക് സ്റ്റോപ്പ് ചെയ്യണമെന്ന്, ഈ സ്പ്രെഡ് അവസാനിപ്പിക്കണമെന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റേറ്റ് അതോറിറ്റീസും നാഷണൽ ലീഡേഴ്സും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇതൊന്നും ചെവിക്കകത്തോ തലയ്ക്കകത്തോ കയറാതെ വളരെ ലാഘവത്തോടുകൂടെ ഇറങ്ങി നടന്ന് അതിനെതിരായി പ്രവർത്തിക്കുന്ന, അതിനെ അല്പം പോലും വകവയ്ക്കാതെ, അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ നിസ്സഹായരായി ഒരു സഹകരണവുമില്ലാതെ ഇറങ്ങി നടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അവർ പറയുന്നത്, ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല, ഈ ബാധയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഇത് സ്പ്രെഡായാലും ഇല്ലെങ്കിലും അത് നിമിത്തം അനേകർക്ക് ദോഷം വന്നാലും മരിച്ചാലും ഞങ്ങൾക്കിത് പ്രശ്നമല്ല എന്ന് വിചാരിച്ച് വളരെ നിഷ്ക്രിയമായി ഇറങ്ങി പ്രവർത്തിച്ച് നടക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം പറയുന്നു, നോവേ, പാപം ചെയ്ത് ഇതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ലെന്നറിഞ്ഞിട്ടും, ഇതൊക്കെ ദൈവത്തിന് കോപമാണെന്നറിഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാതെ, ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കാതെ, ദൈവത്തെ ഭയപ്പെടാതെ, ദൈവത്തെ ആരാധിക്കാതെ, മനസാക്ഷിക്കൊത്തവണ്ണം ജീവിക്കാതെ, സ്വന്തം ഇഷ്ടത്തിനും ജഡത്തിന്റെ ഇഷ്ടത്തിനും പാപത്തിന്റെ പ്രലോഭനത്തിനും വീണടിമകളായി പാപം നിറഞ്ഞ ജീവിതം നയിക്കുന്നവർ, നോഹയുടെ പ്രസംഗം കേട്ടിട്ട് മാനസാന്തരപ്പെടാത്തവർ, ദൈവത്തിന്റെ ആലോചന കൂട്ടാക്കാത്തവർ, ദൈവത്തിന്റെ ശബ്ദവും വിളിയും കേട്ടിട്ട് മാനസാന്തരപ്പെടാത്തവർ, അവരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കേണ്ടതിന് ഞാൻ ഈ വാതിൽ അവിടെ അടയ്ക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അവരിൽ നിന്ന് നിന്നെ വ്യത്യസ്തനാക്കേണ്ടതിന് ഞാൻ ഈ വാതിൽ അടയ്ക്കുകയാ. അവർ മുഴുവനും ജലപ്രളയത്തിൽ വെള്ളം കുടിച്ചു മരിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും എന്റെ വാക്കനുസരിച്ച സകല ജീവജാലങ്ങളും സുരക്ഷിതരായിരിക്കേണ്ടതിന്, ന്യായവിധിയുടെ കരം നിന്റെ മേൽ വീഴാതിരിക്കേണ്ടതിന് ഞാൻ തന്നെ ഈ വാതിൽ അടയ്ക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ മുൻപും പിൻപും ചില വാതിലുകളൊക്കെ കൊട്ടിയടച്ചത് പരിഭവത്തോടെ നമ്മൾ നോക്കിക്കണ്ടു. We were not so happy seeing those doors were shutting down, but because God has shut it down for you to protect yourself from the evil. നിനക്ക് പിന്നാലെ വന്ന് നിന്നെ വിഴുങ്ങുവാൻ കഴിവുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ പരിരക്ഷിക്കേണ്ടതിന് ദൈവം തന്നെ ചില ഷട്ടറുകൾ അടയ്ക്കുകയായിരുന്നു. ഹല്ലേലൂയ. നീ മുൻപോട്ട് പോയാൽ നിനക്ക് മുന്നിൽ കുഴിച്ചിരിക്കുന്ന കുഴിയിൽ നീ വീണു പോകുമെന്നറിയാമായിരുന്നിട്ട് ദൈവം നിന്റെ മുമ്പിലെ കുഴിയിൽ നിന്ന് നിന്റെ കെണിയിൽ നിന്ന് നിന്നെ രക്ഷിക്കേണ്ടതിന് അവൻ ചില വാതിലുകൾ അടയ്ക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് he will make you go through this quarantine. He will make you to go through this. ഈ മൃഗങ്ങളോടൊപ്പം ആർക്കിനകത്ത് ഈ ദിവസങ്ങൾ കഴിച്ചുകൂട്ടാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നോട് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നിനക്ക് കഴിയുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു പുതിയ ഭൂമി സൃഷ്ടിക്കുകയാണ്. ദൈവം ഒരു പുതിയ ഭൂമി സൃഷ്ടിക്കുക. You are in the trouble. You think that you are already in the trouble. No, you are not in the trouble, because God is in the midst of everything. ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന്. നീ ഒറ്റയ്ക്കല്ല ഈ ട്രബിളിൽ. God is going to make you go through this. And when you come out of this trouble, God has already turned out the universe. ദൈവം ഈ ഭൂമിയെ മാറ്റിക്കഴിഞ്ഞു. നീ ക്വാറന്റീൻ കഴിഞ്ഞ് വെളി വന്നപ്പോ, നീ ആർക്കിനകത്തുനിന്ന്, നീ പെട്ടകത്തിനകത്തുനിന്ന് പുറത്തു വന്നപ്പോ, നീ പെട്ടകത്തിനകത്ത് കയറിയപ്പോൾ കണ്ട ഭൂമിയല്ല.
വ്യത്യസ്തമായൊരു ഭൂമി. A different earth. Because God has already washed away things. All the wickedness, all the sins were washed away along with those people. Hallelujah. പാപത്തെ പാപം ചെയ്തവനോട് കൂടെ ദൈവം കഴുകിക്കളഞ്ഞു. പാപമില്ലാത്തൊരു ഭൂമി നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാ. നീ വേർപാടിനകത്തിരിക്കുമ്പം, നീ വിശുദ്ധിയുടെ അകത്തിരിക്കുമ്പം ദൈവം നിനക്ക് വേർപാടിന്റെ ചുവർ കെട്ടിച്ചു വെച്ചപ്പോ, വിശുദ്ധിക്ക് വേണ്ടി നിന്നെ ദൈവം വേർതിരിച്ചപ്പോ, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിനക്ക് ചെയ്യാൻ പറ്റാതെ, മറ്റുള്ളവർ കാണുന്നത് പോലെ നിനക്ക് കാണാൻ പറ്റാതെ, മറ്റുള്ളവർ കേൾക്കുന്നത് പോലെ നിനക്ക് കേൾക്കാൻ പറ്റാതെ നിന്നെ വേർപാടിനായി ദൈവം വേർതിരിച്ചപ്പോ, നിനക്കല്പമായ പ്രതികൂലമായിരുന്നു, നിനക്കല്പമായ വൈഷമ്യമായിരുന്നു. പക്ഷേ വേർപാടിനകത്തുനിന്ന് നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരുന്നപ്പോ ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ്. Hallelujah. And I can tell you that this was not easy. The separation was not that easy. But God has helped you to go through it. But when you came out, what you saw is a new world. Without any wickedness, without any sin. Hallelujah. ദൈവം നിനക്ക് വേണ്ടി മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി വെച്ചിട്ടാണ് ദൈവം നിന്നെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വിളിക്കുന്നത് വേർപാട് അനുഷ്ഠിച്ച് ജീവിക്കാനാ. Because you are called to be different. You are called to be separated. And these are the questions that new generation, this generation, all right, this generation may ask to the older generation. Why we need separation? What do you mean by this separation? എന്താ വേർപാട്? എന്താ വേർപാട്? When you look at there, the whole church is going that way. The whole family is doing such things. They all are into it. Why just us? Why can't we go and do the same? They are so-called Pentecostal people. They are traditionally Pentecostals, third and fourth generation in Pentecostal church. If they can go, if they can do, why can't we? Right? You might have heard these kind of questions. Praise the Lord. And people ask to the pastors, the preachers, what do you mean by separation? എന്താ വേർപാട്? എന്തിനാണ് വേർപാട്? നമ്മളെല്ലാവരും ജനിച്ചത് ക്രിസ്ത്യൻ. We all born in Christian. We are born Christian. Right? Our parents are Christian. Our parents are going to the church. We are also going to the church since we were born. And we studied Sunday school. And we heard preaching from different preachers. And we read Bible every day. And we even pray to God every day. What do you mean by separation? When you study the Word of God, the Bible clearly shows us what do you mean by separation. Hallelujah. Wherever God see wickedness, sin against God, God separated his people. God called them to be separated. God did not ask them to continue as they are. God chose those people. And the Bible speaks about those people. Noah and family are one of them. Amen. ദൈവം തിരഞ്ഞെടുത്ത് വേർതിരിച്ച വ്യക്തികളിൽ ചിലരാണ്, ഒന്നാണ് നോഹ, നോഹയും കുടുംബവും. They always stand out. They did not go along with the crowd. And you may ask, they are the majority. If the majority can go, they might be right. That's a worldly thinking. The world says the majority is always right, but Bible doesn't say so. Bible never said the majorities are always right. When you really read the Bible, most of the time you see the majority were wrong. അല്ലേ? മെജോറിറ്റിയാണ് തെറ്റ്. ഹല്ലേലൂയ. ഇവിടെ ഏതാണ്? നോഹയും കുടുംബവും, ഒരു കുടുംബം മാത്രം രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും ജലപ്രളയത്തിനകത്ത് മുങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. നിത്യതയെക്കുറിച്ച് എന്താ വേദപുസ്തകം പറയുന്നത്? നരകത്തിലേക്കുള്ള വഴി വിശാലവും, the way to the hell is so wide, and those who are going are the majority. അതിലെ പോകുന്നവർ അനേകരെന്നാ പറയുന്നത്. There are plenty. പക്ഷേ the way to the heaven is narrow, and the people going through that are very few. അതിലെ പോകുന്നവർ
ചുരുക്കം. നിത്യതയിലേക്ക് പോകുന്ന വഴി ഇടുക്കമാണ്, ഞെരുക്കമാണ്. It is very congested because you have very limited freedom. You cannot have a free land and a free life and do whatever that your flesh asks you to do, and you cannot enter into the kingdom of God. Hallelujah. Unless and until you follow the doctrine of God, you will not enter into the kingdom of God. ഹല്ലേലൂയ. ദൈവവചനം അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് വിശുദ്ധിയോടെ, എപ്പോഴും നമ്മൾ പറയുന്ന വാക്ക, വിശുദ്ധിയോടെ വേർപാടോടെ ജീവിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല, നിത്യതയിൽ പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. The ultimate goal for Christian, the ultimate goal for the church is go to eternity. Not to buy a land and build a beautiful church and the drum and beat it and sing it and dance it. No. And have a fellowship all the time. No. That is not the goal of the church on the universe. The reason for what we are here, the reason for the call is to take us into eternity with Him. That's what Jesus said, right? I will go and prepare a place for you. When I complete that, I will come and take you with me. കർത്താവ് അതാ പറഞ്ഞല്ലേ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെ ചേർത്തോളും. So God is returning. Jesus will return to take us with Him. That means we all are on our way en route. We are on our way to eternity with Him. So അവനോടൊപ്പം പോകണമെങ്കിൽ അവൻ പറഞ്ഞതനുസരിക്കുന്നവരായിരിക്കണം. കർത്താവിനോടൊപ്പം പോകണമെങ്കിൽ കർത്താവിൻ്റെ വാക്കുകൾ നാം അനുസരിക്കുന്നവരായിരിക്കണം. ഒരു ലോകം മുഴുവൻ അനുസരണക്കേട് കാണിച്ചു. The whole universe disobeyed God, but only one man and his family stood with God, and he decided to separate himself from the world. ഒറ്റയ്ക്കാണെങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കുവാനാ ദൈവം നിങ്ങളെ വിളിച്ചത്. You may be the only one person in your classroom. You may be only one person in the workplace, in your department. You may be only one person out there wherever you are. But you still are called to stand along with God. Stand on the doctrine of God. To have separation in your life. ലോകത്തെ പോലെ ജീവിപ്പാൻ, ലോകക്കാർക്കൊപ്പം ജീവിപ്പാൻ, പാപത്തിന് അടിമപ്പെട്ട് ജീവിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവം നിന്നെ ഈ പെട്ടകത്തിനകത്ത് കയറ്റിയത് നിനക്കൊരു പുതിയ രാജ്യം തരാനാ. ദൈവം നിന്നെ ഈ കൃപയുടെ വാതിലേക്ക് കൊണ്ടുവന്നത് നിനക്കൊരു പുതിയ നാട് തരാനാ. ദൈവം നിനക്ക് വേണ്ടി പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, പാപത്തെ കഴുകിക്കളഞ്ഞ വിശുദ്ധിയുള്ളൊരു നാട് ഒരുക്കുന്നുണ്ട്. A holy land is preparing for you, that He wants to take you out there. When you come out of this separation, you are entering into the new world. Hallelujah. പക്ഷെ അതത്ര സുഖമുള്ള യാത്രയല്ല. ഈ യാത്ര അത്ര എളുപ്പമുള്ള യാത്രയല്ല. ധാരാളം പ്രതിസന്ധികൾ, കാറ്റും കോളും തിരമാലകളും നിറഞ്ഞൊരു യാത്രയാണ്. ദൈവത്തിന് സ്തോത്രം. നീ യാത്രയിൽ തകർന്നു പോകാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? നീ യാത്രയിൽ നശിച്ചു പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? Read with me to another portion. Book of Acts chapter 27. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27-ാമത്തെ അധ്യായം 20 മുതൽ താഴോട്ട് വായിച്ച്, starting from verse 20 and continue. Acts 27 starting from 20. When neither sun nor stars appeared for many days, and the storm continued raging, we finally gave up all hope of being saved. After the men had gone a long time without food, Paul stood up before them and said, "Men, you should have taken my advice not to sail from Crete. Then you would have spared yourselves this damage and loss. But now I urge you to keep up your courage, because not one of you will be lost." Not one of you will be lost. Said by Paul. And we know this story. Paul is a prisoner now. Along with him, there are several other prisoners also traveling in the ship. And a centurion is in charge, and he is taking them. So on the way, in verse 11, can you read verse 11? Paul says, But the centurion, instead of listening to what Paul said, Paul already said
We are heading towards to the danger. It is better to stay back, not to continue this travel. But the centurion did not listen to the man of God, but he pursued by listening to the captain and the pilot in the ship and the owner of the ship. Hallelujah. That is an intellectual man. And he listened to the intellectual thing. And he listened to the man who is with experience, right? That's what the people say today. What are you talking, Pastor? Listen to the man with the wisdom. He has knowledge. He has much experience. He has been doing this forever. He rides the ship. He is a captain of the ship. He went to the college and studied this course. He is already graduate in it. He has years of experience. He has been on the sea forever. Now listen to him. He says it's okay to continue as it is. But here is a man who stands with no experience, says it is not good for us to continue this trip now. If we continue like this, we may die. We may lose our life. We will be in danger. But when you continue reading, verse from 20, you see that they haven't seen sun or stars for a long time. Right now, when neither sun or stars appeared for many days, and no small tempest beat on us, all hope that we would be saved was finally given up. That means we will die for sure in this sea. That's where they are right now. ചത്തുപോകും. സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കണ്ടിട്ട് ദിവസങ്ങളായി. ആഹാരമൊന്നുമില്ല. വെയിറ്റ് കുറയ്ക്കുവാൻ, ഭാരം കുറയ്ക്കുവാൻ കപ്പലിലുണ്ടായിരുന്ന കോപ്പുകളെല്ലാം വലിച്ചു വെള്ളത്തിലേക്ക് എറിഞ്ഞു. ഏതു നിമിഷവും അവർ ഈ കപ്പൽ തകർന്ന് കടലിൽ താണു മരിക്കുമെന്ന് ഒരു നിലയിലായി. ദൈവത്തിന് സ്തോത്രം. Amen. This journey will end right here, people thought. And even the centurion, along with the so-called intellectual people, so-called well-experienced man, and knowledgeable man, everyone listened to him. But now they came to a conclusion that we will end right here. None of us will be saved. But in the midst of all the trouble, in the midst of all this chaos, in the midst of the wind and the storm and the flood, there is a man in the ship who is connected to the living God. Stand against every doubts. He stand against every trouble, and he continually speaking. He said, even though you did not listen to me, now listen to me again. I tell you, brethren, you will not die. Even though the ship will be destroyed completely, none of us will lose our life. Why? Not because of me. It is not because how experienced I am. I will not die in the midst of this trouble. It is not because of my wisdom, not because of my knowledge, not because of my education, not because of my past history. Because I have somebody with me who is connected to heaven. Stop bragging about how good you are. Stop boasting about yourself and see why you still survive. Look at yourself and see why you are still not destroyed completely. There is somebody in the boat with you who is connected to God, always interceding for you. Always interceding for you and always praying for you. You always stand on your wisdom. You always look after the knowledge alone. You always look after the worldly people. You go after intellectual. Have no faith in the Lord. Never trust God. You always stand on your own wisdom. But still there is somebody who is in the boat. He is connected to heaven. He is still connected to heaven. He told it. He said in the beginning, it is
going to be dangerous. ഇത് അപകടത്തിലേക്കുള്ള യാത്രയാണ്, മരിച്ചു പോകുമെന്ന് അവൻ പറഞ്ഞു. അവരത് കേൾക്കാതെ അവർ മുൻപോട്ട് പോയെങ്കിലും ഇപ്പോഴും പൗലോസ് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, എൻ്റെ അടുക്കൽ ഇന്നലെ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നു നിന്നു. ഇന്ന് രാത്രിയിലും എൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ദൂതനുണ്ട്. In the midst of all the trouble, there is an angel who comes and stand beside me. Hallelujah. എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർ, ദൈവവുമായി അടുത്ത ബന്ധമുള്ളവർ, ദൈവത്തിന്റെ ആലോചന പ്രാപിക്കുന്നവർ, ദൈവശബ്ദം നിരന്തരം കേൾക്കുന്നവർ, ദൈവത്തിന്റെ ദൂതനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ ഈ ബോട്ടിൽ എത്ര പേരുണ്ട്? I am connected to a church who really pray for me. I am connected to a family who really care for me and pray for me. That's why I am still here. ഒരു സ്തോത്രം പറയാം, ഇവിടെ ഒരു സ്തോത്രം പറയാം, ഇവിടെ ഒരു സ്തോത്രം പറയാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെന്ന്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ടെന്ന്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പം വീട്ടിലുണ്ടെന്ന്, ഒരു സഹോദരൻ വീട്ടിലുണ്ടെന്ന്, ഒരു കുഞ്ഞു വീട്ടിലുണ്ടെന്ന് ബോധ്യമുള്ളവരൊരു സ്തോത്രം പറഞ്ഞേ. എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല. I might have failed 1,000 times in my life because I always try to stand on my knowledge and my intellectual, but God's grace, because somebody with me is connected to heaven. യെസ്, ഞാൻ ബുദ്ധിയില്ലാതെ എടുത്തു ചാടിയപ്പോൾ, ഞാൻ ബുദ്ധിയില്ലാതെ എൻ്റെ ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ച് ഞാൻ പല കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ തകർന്നു പോകുമായിരുന്നു, ഞാൻ ഫെയിലായി പോകുമായിരുന്നു, ഞാൻ സീറോയായി പോകുമായിരുന്നു. പക്ഷേ അവസാന നിമിഷം എന്നെ കരങ്ങളിൽ താങ്ങിയെടുത്തതുപോലെ somebody came and lift me up to make me stand firm again. It is not because of my merit. Somebody prayed. Somebody intercede. Oh, it is so privileged to have a church who pray for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. അതിനായൊരു സ്തോത്രം പറയൂ, ഒരു സ്തോത്രം പറയൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെന്ന് ബോധ്യമുള്ളവർ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെന്ന് ബോധ്യമുള്ളവർ മാത്രം. If you are very sure that somebody in the church will pray for you, always lift your hands and praise the Lord for those people. There is somebody in the family that always pray. Maybe it's my mom, maybe it's my dad, maybe it's my sibling who pray always for me. സ്തോത്രം പറയാമോ അവർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന്. ഓ ഹല്ലേലൂയ. അങ്ങനെയുള്ള ജീവിതങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. It is a blessing. It is a blessing to have a church who really pray for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ നിലനിൽപ്പിനും എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. There is somebody who is with me, he is always connected to heaven. അതൊരു വലിയ പ്രിവിലേജാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ദൈവവുമായൊരു ബന്ധം വേണം, ദൈവവുമായൊരു ബന്ധം വേണം. When the whole world is drowning, when the whole nation is drowning down, they are going into the deep waters, but you will be still lifted up, because you know why? There is somebody in the ship who is connected to above. ഹാലലൂയ. എനിക്കറിയാവുന്ന ഒരുത്തൻ ദൈവവുമായി ബന്ധമുള്ളവൻ എന്നോടൊപ്പമുണ്ട്. അവൻ പറയുന്ന വാക്കുകൾക്ക് ഇനി ഞാൻ ചെവി കൊടുക്കത്തുള്ളൂ. കാരണം അവൻ പറഞ്ഞതാണ് കപ്പൽ ഛേദം സംഭവിക്കുമെന്ന്. അവന്റെ വാക്ക് കേൾക്കാതെ കപ്പൽ ഉടമസ്ഥന്റെയും മൗലവിയുടെയും വാക്ക് കേട്ട് ഞാൻ മുൻപോട്ട് പോയി. എന്നാൽ ഇതാ ഞങ്ങളെല്ലാം അസ്തമിച്ചു എന്ന് നിരാശയോടെ അവൻ സകലതും അവസാനിച്ചു എന്ന് കൂപ്പുകുത്തുമ്പോഴും അവൻ വീണ്ടും എഴുന്നേറ്റുന്ന ധൈര്യത്തോടെ പറയുന്നു, നമ്മളിൽ ആരും മരിച്ചു പോകത്തില്ലെന്ന്. അത് പറയാൻ ആർക്ക് കഴിയും? അത് പറയാൻ ഉറപ്പുള്ളവർ ആരുണ്ട്? ദിവസങ്ങളായി വെളിച്ചം കണ്ടില്ല, അവർക്കുള്ള ആഹാരമെല്ലാം അവർ വലിച്ചെറിഞ്ഞു, കപ്പൽ ഏതു സമയവും തകർന്നു പോകുമെന്ന് അവരെല്ലാവരും ഉറച്ചു വിശ്വസിച്ചപ്പോഴും ആമേൻ പറയുന്നു, നമ്മൾ മരിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. നിന്നെ മുക്കി കൊല്ലാനല്ല ദൈവം ഈ വെള്ളപ്പൊക്കം അയച്ചത്. നിന്നെ ഈ ബോട്ടിൽ കയറ്റിയത് ഈ ആ വെള്ളത്തിൽ നിന്നെ താഴ്ത്തിക്കളയാനല്ല. നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനും നിന്നെ കാക്കും, ഞാനും നിന്നെ കാക്കും. Even though you were not strong enough, you kept my word, so I will keep you safe. This is a promise of God. Hallelujah. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ്. നീ ദൈവത്തിൻ്റെ വചനം കാത്ത് വിശുദ്ധിയോടെ നിന്നാൽ വരാനിരിക്കുന്ന അനർത്ഥ ദിവസത്തിൽ
നിന്നെ ദൈവം കാക്കും, നിന്നെ ദൈവം കാക്കും. ദൈവത്തിന് സ്തോത്രം. പൗലോസ് മുങ്ങിക്കളയുവാൻ, തകർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. വാഗ്ദത്തങ്ങൾ നിറവേറും വരെ അവനെ ജീവനോടെ ദൈവം സൂക്ഷിച്ചു. എന്നെ കേൾക്കുന്ന ദൈവസഭയും ഈ പ്രതിസന്ധികൾ മാറും, ഈ പ്രതികൂലങ്ങൾ മാറും. ദൈവത്തിന് സ്തോത്രം. വേർപാടിലിരിക്കുന്ന ജനം വാഗ്ദത്തം പ്രാപിക്കും. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന മനോഹരമായൊരു നാടുണ്ട്, ഒരു പ്രത്യാശ തുറമുഖമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ പോകുവാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. When Noah came out of the ark, the earth turned into a new earth. അവൻ കാണുന്ന പുതിയ ഭൂമിയാ, പാപമെല്ലാം കഴുകിക്കളഞ്ഞൊരു പുതിയ ഭൂമി, അധർമ്മികളെല്ലാം കൊന്നൊടുക്കിയൊരു പുതിയ ഭൂമി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. As you come out of the trouble, things will be better for you because God made you to go through it. Yes, God made you to go through it. ഇന്ന് രാത്രിയിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നീ എന്നോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ഈ ട്രബിളിൽ, ഈ കഷ്ടതയിൽ, ഈ പരിശോധനയിൽ നീ എന്നോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ഈ കഷ്ടതയിലും ഞാൻ ജയിക്കും, ഈ പരിശോധനയിലും ഞാൻ ജയിക്കും, ഈ പരീക്ഷയിലും ഞാൻ ജയിക്കും. പിശാചിന് എന്നെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. കാരണം കർത്താവ് എന്നോട് കൂടെയുണ്ട്. അവൻ തൻ്റെ കരം എന്നെ പിടിച്ചിട്ടുണ്ട്. ഞാൻ തകർന്നു പോകാതിരിക്കാൻ, ഞാൻ വീണു പോകാതിരിക്കാൻ യേശുവിൻ്റെ കരം എന്നെ പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും, എന്തിന് എൻ്റെ ജീവിതത്തിൽ ഈ ശോധന, എന്തുകൊണ്ട് ഇതൊരിക്കലും എന്നിൽ നിന്ന് മാറിപ്പോകുന്നില്ല, എനിക്കിതൊരിക്കലും ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും അതിന് മറുപടി വരുന്നില്ല എന്ന് നിരാശയോടെ, ഭാരത്തോടെ ഇന്ന് രാത്രി വചനങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നു, ദൈവം തൻ്റെ വാഗ്ദത്വം നിൻ്റെ മേൽ നിവർത്തിക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്വം ചെയ്തവൻ വിശ്വസ്തനാ, അവൻ വാക്കുമാറത്തില്ല. അത് പറഞ്ഞത് നിവർത്തിപ്പാൻ അവൻ ശക്തനാ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വായിക്കുന്നു, അവൻ തിരുവായി കൊണ്ട് അരുളി ചെയ്യും, അവൻ തൃക്കൈ കൊണ്ട് നിവർത്തിക്കും. പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. യേശു സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ നിരാശ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ മാത്രം ആശ്രയിക്കൂ, ദൈവത്തിൽ തന്നെ വിശ്വസിക്കൂ. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് കംപ്ലീറ്റ്ലി, ഹി വിൽ റൈസ് യു അപ്പ്. ദൈവത്തിന് സ്തോത്രം. ഈ കഷ്ടതയിൽ നീ ഒറ്റയ്ക്കല്ല. വാതിൽ നിന്റെ മുമ്പിലും പുറകിലും അടച്ചത് ദൈവമാണ്. നിന്നെ സുരക്ഷിതമായി ഒരു സ്ഥലത്തെത്തിക്കുവാൻ ദൈവമാണ് വാതിൽ അടച്ചത്. ഇന്ന് രാത്രികാലം ദൈവം നിന്നെ അടച്ച് സൂക്ഷിക്കുന്നിടത്ത് സുരക്ഷിതമായി നീ ഇരിക്കുക. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി നീട്ടുന്നത് നീ കാണുവാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് സ്തോത്രം ചെയ്യുമോ? നമുക്കെല്ലാവർക്കും അല്പസമയം പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ചില ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നുണ്ട്. ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. ചില ജീവിതങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ വലിയ പ്രത്യാശ ദൈവം കൊടുക്കുന്നുണ്ട്. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണിത്. നിങ്ങളുടെ കാത്തിരിപ്പിന് ഇതൊരു മറുപടിയാണ്. ഈ വചനങ്ങൾ നിങ്ങളുടെ നിലവിളിക്ക്, നിങ്ങളുടെ നിരാശയ്ക്കൊരു മറുപടിയാണ്. ഇന്ന് രാത്രിയിലും ദൈവം നിങ്ങളെ മറന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരുന്ന വചനങ്ങളാണ് ഇന്ന് രാത്രി നിങ്ങളെ കേൾപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ? എന്നെ ദൈവം കാണുന്നില്ലയോ? എൻ്റെ അവസ്ഥ ദൈവം അറിയുന്നില്ലയോ എന്ന ചോദ്യങ്ങൾക്കുള്ള ചിലർക്കുള്ള മറുപടിയാണ് ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനങ്ങൾ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുമോ? റിഖംധന രഗധന ശംധാരഗധന. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ളതും അത് ജീവനുള്ളതുമാണ്. ചില നിർജീവത്വങ്ങൾക്ക് ജീവൻ വരുത്തുവാൻ, ചില അവിശ്വാസികൾക്ക് വിശ്വാസം കൊടുക്കുവാൻ, തളർന്നിരിക്കുന്ന ചിലരെ ധൈര്യപ്പെടുത്തുവാൻ, ആമേൻ, ഹല്ലേലൂയ, ക്ഷീണിച്ചു പോയ ചിലരെ പിന്നെയും എഴുന്നേൽപ്പിച്ച് ബലത്തോടെ നിർത്തുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പര്യാപ്തമാകയാൽ വിശ്വാസത്തിൽ തളർന്നു പോകുന്നവരായിട്ടല്ല, ആ ശക്തി റിന്യൂ ചെയ്തുകൊണ്ട്, അത് പുതുക്കിക്കൊണ്ട് പിന്നെയും ശക്തിയോടെ ഓടുവാൻ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു.